ഹായ്, IAS ഫാക്ടറിൻ്റെ ചരിത്രം രസകരത്തിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ ആർ ശങ്കർ. ഇന്ന് രസകരമായ ഒരു ചരിത്രം ഡിസ്കസ് ചെയ്യുന്നത് കണ്ണാടിയെക്കുറിച്ചാണ്. ഇപ്പോൾ കണ്ണാടി ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ ഒരു നെസസിറ്റി എന്ന് പറയുന്ന അത്യാവശ്യമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാവർക്കും കണ്ണാടിയുണ്ട്. പക്ഷേ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം പഠിച്ചപ്പോൾ എവിടെയെങ്കിലും അക്ബറിനും ജഹാംഗീറിനും ഷാജഹാനൊക്കെ കണ്ണാടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരു ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളെന്ന രീതിയിൽ ഞാൻ വളരെ കൗതുകത്തോടെ ആലോചിച്ചിട്ടുണ്ട്, ഇവർക്കൊന്നും കണ്ണാടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അക്ബറിനെ ഒന്നും പഴയ കാലത്ത് എന്താ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? പ്രായമേറുന്തോറും നമുക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവും, കാഴ്ച കുറയും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും രാജാക്കന്മാരൊന്നും കണ്ണാടി വെച്ചിട്ടുള്ള പടങ്ങളൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, ചരിത്രം അത് റെക്കോർഡ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചരിത്രം രസകരത്തിൽ എന്തുകൊണ്ട് കണ്ണാടിയുടെ ചരിത്രത്തിലെ രാജാക്കന്മാരുടെ, പ്രത്യേകിച്ച് 1300 1400 കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റൊക്കെ ഇന്ത്യയിൽ ഭരിക്കുന്ന ആ കാലഘട്ടത്തിന് ശേഷം ഇവർക്കൊക്കെ കണ്ണാടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കാലത്തെ കാഴ്ച ശക്തിയെ എങ്ങനെയാണ് ഇവർ എൻഹാൻസ് ചെയ്തിരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളും വളരെ രസകരമായിട്ട്. ഇതിൻ്റെ തുടക്കം തന്നെ ഫിരംഗി ചഷ്മ എന്നൊരു വാക്കുണ്ട്. ഫിരംഗി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസിനെ, ബ്രിട്ടീഷ്, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ചുകാരെയൊക്കെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദിയിൽ ഫിരംഗി. ചഷ്മ എന്ന് പറഞ്ഞാൽ കന്നഡ. ഫിരംഗി ചഷ്മ എന്ന് ആ കാലത്ത് കണ്ണാടിനെ ഫിരംഗി ചഷ്മ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളും വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ ചരിത്രം രസകരത്തിൽ ചർച്ച ചെയ്യാം. And I just want to say thank you for making it happen. Thank you. ഫിരംഗി ചഷ്മയെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ബ്രിട്ടീഷ് കാലഘട്ടം, അതായത് 1600-കൾക്ക് ശേഷം ഫിരംഗി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ മാത്രമല്ല പോർച്ചുഗീസുകാരും. അപ്പോൾ ആദ്യം നമുക്ക് പണ്ട് പോർച്ചുഗീസുകാർ ഇവിടെ കണ്ണാടി കൊണ്ടുവന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് പറയുന്നൊരു രസകരമായ സംഭവം, ഇതൊരു മാജിക് ഗ്ലാസ് ആയിട്ടാണ് സാധാരണക്കാർ ഇതിനെ കണ്ടുന്നത്. കാരണം ഒന്നാമത് ഇവരുടെ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളും പോർച്ചുഗീസുകാരുടെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് 1580 കാലഘട്ടത്തിൽ ഗോവയിലുണ്ടായിരുന്ന ജെസ്യൂട്ട്സ് എന്ന് പറയുന്നത്, ഗോവൻ ജെസ്യൂട്ട്സും ഇവിടെയാണ് ഈ മാജിക് ഗ്ലാസിൻ്റെ കഥ. ഇവരിത് കാണുമ്പോൾ ഈ ഗ്ലാസ്സിലൂടെ എന്താണ് കാണാൻ പറ്റുന്നത്? സാധാരണക്കാർ വിചാരിക്കുന്നത് ഇവർ ഈ ഗ്ലാസ് വെച്ച് പലതരം കളറിലും ഇതൊക്കെ വെച്ച് വരുമ്പോൾ, നമ്മളിന്ന് സൺഗ്ലാസസ് ഒക്കെ വെച്ച്, അല്ലെങ്കിൽ പല കമ്പനികളുടെയും ഗ്ലാസ്സൊക്കെ നമ്മളിന്ന് കൂളിംഗ് ഗ്ലാസും ഗോഗിൾസൊക്കെ വെച്ച് നടക്കുന്ന പോലെ ഇതിനെന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ ഇവർ അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ഹൈപ്പ് കൊടുത്തിരുന്നു പോർച്ചുഗീസുകാർ. സാധാരണക്കാരനെ കണ്ണാടിയൊന്നും കാണുന്നില്ലല്ലോ, കണ്ണിൽ എന്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഇവർ പല രസകരമായ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഇതിലൂടെ എന്തും കാണാൻ പറ്റും എന്ന് പറയുന്ന രസകരമായ കഥകളും ആ കാലത്ത് വളരെയധികം പ്രചരിച്ചിരുന്നു. പക്ഷേ ഇതിനെ മാജിക് ഗ്ലാസസ്, ഫിരംഗി ചഷ്മ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഉപയോഗിക്കുന്ന കണ്ണാടി എന്നാണ് അതിനർത്ഥം വന്നത്. ഇവരിതിനെ രസകരമായി ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. ഒരു ബ്രാഹ്മണൻ, പ്രായമേറിയ ഒരു ബ്രാഹ്മണന്, അദ്ദേഹത്തിന് കാഴ്ച ശക്തി വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ പിന്നീട് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് കാഴ്ച കുറഞ്ഞു വന്നു. ഇദ്ദേഹത്തിന് പഴയ ഓലകളൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പോർച്ചുഗീസുകാർ ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു കണ്ണാടി ഗിഫ്റ്റ് ചെയ്തു. കണ്ണാടി ഗിഫ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. അയാൾക്ക് ആ പഴയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ സാധിച്ചു. അപ്പോഴാണ് ശരിക്കും കാഴ്ചയുടെ പവർ ഇവർ തിരിച്ചറിഞ്ഞത്. ഇങ്ങനെയൊരു കഥ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു കഥയുണ്ട്. പിന്നെ സാധാരണക്കാരനെല്ലാം വളരെ കൗതുകരമായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇവർ പുസ്തകങ്ങളും കുരിശും മാത്രമല്ല കൊണ്ടുവന്നത്, ഇവർ കണ്ണാടിയും സ്പെക്ടക്കിൾസും കൊണ്ടുവന്നിരുന്നു. വളരെ കുറച്ച് മാത്രമാണ് ഇതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി പോർച്ചുഗീസുകാരുടെ രസകരമായ കഥ മാറ്റി ഫിരംഗി ചഷ്മ എന്ന് പറഞ്ഞ സംഭവം മാറ്റി വെച്ച് ബ്രിട്ടീഷ് കാലഘട്ടം നോക്കുകയാണെങ്കിൽ 1616-ലൊക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ലെറ്ററിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന്, അതായത് 13-ാം നൂറ്റാണ്ടിൽ കണ്ണാടിയൊക്കെ വന്ന അവിടെ നിന്ന്, യൂറോപ്പിൽ നിന്ന് വന്ന കണ്ണാടി ഇന്ത്യൻ മാർക്കറ്റിൽ, നമ്മുടെ ഇന്ത്യയിലുള്ള മാർക്കറ്റിൽ, ഇവർ ഈ മാർക്കറ്റിൽ അന്നത്തെ കമ്പോളങ്ങളിലെല്ലാം വിറ്റിരുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ അവിടെ കണ്ണാടി നിരത്തി വിറ്റിരുന്നതിനെ കുറിച്ചൊരു റെഫറൻസ് ഇവിടെ ഉണ്ട്. അങ്ങനെ യൂറോപ്യൻ കണ്ണാടികൾ ഇങ്ങനെ ഒരു മാർക്കറ്റിൽ വിറ്റിരുന്നപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ത്യൻ കണ്ണാടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ഇന്ത്യൻ കണ്ണാടി അന്ന് ഇവിടെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ
യൂറോപ്യൻ കണ്ണാടികൾക്ക് ഈ ഇന്ത്യൻ കണ്ണാടികളോട് കോമ്പീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ഫിരംഗി ചഷ്മയല്ല, ഇവർക്ക് കമ്പനി ഗ്ലാസസ് ആണ്. പിന്നീട് 1600-കൾ 700-കളായപ്പോൾ കണ്ണാടി പോപ്പുലറായി വന്നപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നതാണ് കമ്പനി ഗ്ലാസസ്. അതൊരു പ്രൈഡിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ ഒരു സിമ്പലാണ് കണ്ണാടി. കാരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഇവർ കണ്ണാടി ഗിഫ്റ്റ് ചെയ്തിരുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് നമ്മൾ വില്ലേജ് ഹെഡ്മൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗ്രാമപ്രമുഖനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവർ കണ്ണാടി ഗിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഗ്രാമത്തിൽ വരുന്നത്. കണ്ണാടി വെച്ച് വരുന്നവൻ വലിയ ആളാണ്. അപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ആ കാലത്ത് കണ്ണാടി വെച്ച് വരുന്ന ആളെന്ന് പറയുന്നത് ലേൺഡ് മാൻ, നോളജബിൾ മാൻ, വിസ്ഡം എന്നൊക്കെ പറയുന്നതിനെ സൂചിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കഥ പോലെയുണ്ട്. ഇനി ഇതിനകത്ത് വേറെയും ഒരു റെക്കോർഡ് വായിച്ചപ്പോൾ വളരെ രസകരമായി തോന്നി. ആ കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ജോലിക്കാരനായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു തലമുറ, പിന്നീട് വന്നൊരു തലമുറ വീട്ടിൽ കണ്ണാടികളാണ് നിരത്തി വെച്ചിരുന്നത്. അതായത് എൻ്റെ മുത്തച്ഛൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളായിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗിഫ്റ്റ് ചെയ്ത കണ്ണാടിയാണ് ഇവിടെ ഷെൽഫിൽ വെച്ചിരിക്കുന്നത്. സോ കണ്ണാടി എവിടെയോ ഒരു സ്റ്റാറ്റസ് സിംബലായി മാറുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഇനി നമുക്ക് സദേൺ ഇന്ത്യയുടെ, നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ചരിത്രം, ആ കാലത്ത് കണ്ണാടിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഫിരംഗി ചഷ്മ എന്ന പേരൊന്നുമില്ല. നമുക്ക് കാണാൻ പറ്റും. അതായത് ഈവൻ ആദിശങ്കരാചാര്യരുടെ കാലത്ത് പോലും ആദിശങ്കരാചാര്യരുടെ ഒരുപാട് പുസ്തകങ്ങളും അതിലും കണ്ണാടിയെക്കുറിച്ച് പറയുന്നുണ്ട്, മാഗ്നിഫൈങ് ഗ്ലാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അഥവാ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിൽ കണ്ണാടിയെക്കുറിച്ച് മെൻഷൻ ഉണ്ട്. അതേപോലെ സംസ്കൃതത്തിൽ ഇതിനെ വിളിക്കുന്ന പേര് ഉപനേത്ര എന്നാണ്. പിന്നെ കുറച്ചുകൂടെ കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോൾ കണ്ണാടിയുടെ ഇപ്പോൾ പല രാജ്യങ്ങളിൽ, ഇപ്പോൾ വ്യാസരായ എന്ന് പറഞ്ഞ വിജയനഗര എംപയർ, നമ്മൾ വിജയനഗര കിങ്ഡം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. വളരെ വിജയനഗര കാലഘട്ടത്തിൽ അവിടുത്തെ വ്യാസരായ എന്ന് പറയുന്ന ഒരു വളരെയധികം സീനിയർ ആയിട്ടുള്ള ഒരു പണ്ഡിത്, ഇദ്ദേഹം കണ്ണാടി വെച്ചതായിട്ട് അല്ലെങ്കിൽ കണ്ണാടി വളരെ നോർമൽ രീതിയിൽ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള രേഖകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൊട്ടാരങ്ങളിൽ പോലും ആൾക്കാർ കണ്ണാടി വെച്ചിരുന്നു. അതേപോലെ തന്നെ ഒരു ഗുജറാത്തി പോയമിലും ചസ്മ അല്ലെങ്കിൽ ചഷ്മ എന്ന് പറയുന്ന 1570 കാലഘട്ടത്തിലാണ് ചഷ്മ എന്ന് പറയുന്ന ആ ഒരു വാക്കും കണ്ണാടിയെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുസ്തകം കൂടെ ഉണ്ട്, നേത്രപ്രകാശിക എന്ന് പറയുന്നത്. ഈ നേത്രപ്രകാശിക എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രസ് ബയോപ്പി, അതായത് പ്രായം കുറേ കഴിയുമ്പോൾ നമ്മുടെ കാഴ്ച മങ്ങും, കാഴ്ച കുറഞ്ഞു വരും, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത്, അപ്പോൾ കണ്ണടയൊക്കെ ഇത്രയും പോപ്പുലറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല. നമ്മളിന്ന് വലിയ വലിയ കമ്പനികളെ കുറിച്ചിട്ടൊക്കെ, ഇന്ത്യയിൽ ലെൻസ് കാർട്ടിനെ കുറിച്ചൊക്കെ വലിയ സംഭവമായിട്ട് പറയുന്നത് കണ്ണാടി കടകൾ വരുന്നു അല്ലെങ്കിൽ ഔട്ട്ലെറ്റ്സ് വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ പഴയ നഗരങ്ങളിലുണ്ടായിരുന്നു, നമ്മളത് റിയലൈസ് ചെയ്തിട്ടില്ല. രസകരമായി പറയാൻ പറ്റുന്നത് സെയിലോൺ, അന്നത്തെ സെയിലോൺ, ഇന്നത്തെ നമ്മുടെ ശ്രീലങ്ക, ഇതൊക്കെ 1300 കാലഘട്ടമാണ്. 1300s 1400s കാലഘട്ടത്തിൽ അവിടുത്തെ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ രാജാവിനും ഇതിനൊക്കെ കണ്ണാടികൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് സപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി തഞ്ചാവൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ഇൻഡിജിനസ് പ്രൊഡക്ഷൻ, ലോക്കലായിട്ട് കണ്ണാടികളും ലെൻസൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നു എന്നുള്ളൊരു സത്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതിനെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ കന്നഡ റീജിയൻ, കർണാടക ആ ഭാഗത്തുള്ള റീജിയനിൽ കന്നഡ നമ്മൾ കന്നഡ എന്ന് പറയുന്ന പോലെ കന്നഡക് എന്ന് പറയുന്നൊരു വാക്കും വളരെയധികം പോപ്പുലറാണ്. അപ്പോൾ ശ്രീലങ്കയിലേക്ക് അവിടുത്തെ രാജാവിന് എങ്ങനെയാണ് നമ്മൾ കണ്ണാടി കൊടുത്തത് എന്നുള്ളൊരു ചരിത്രം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. 1340-50 കാലഘട്ടത്തിൽ ശ്രീലങ്കയിൽ ഗംബോള എന്ന് പറയുന്നൊരു കിങ്ഡം ഉണ്ടായിരുന്നു, ഭുവനൈക ബാഹു എന്ന് പറയുന്നൊരു രാജാവ്. അപ്പോൾ ഈ ഭുവനൈക ബാഹു എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു വലിയ മൊനാസ്ട്രിയും വലിയ ബുദ്ധിസ്റ്റ് മോണുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗദളധനിയ എന്നൊക്കെ പറയുന്ന ടെമ്പിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസ് വേണം. അങ്ങനെയാണ് ഇന്ത്യയിൽ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നും ഹിന്ദു കിങ്ഡമായ വിജയനഗര എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ നിന്നും, ആ രാജവംശത്തിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇവിടെ വന്ന് ഇവിടുത്തെ ആർക്കിടെക്ചറിന് വേണ്ടി വിളിച്ചു വരുത്തി, വലിയ ആർക്കിടെക്ചറിന് വേണ്ടി വിളിച്ചു വരുത്തി. അങ്ങനെ വന്നൊരു പ്രധാനപ്പെട്ട ആർക്കിടെക്റ്റാണ് ദേവനാരായണൻ. ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരുപാട് മെൻഷൻസ് ഉണ്ട്. ദേവനാരായണൻ എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ ചീഫ് ആർക്കിടെക്റ്റായി വന്നു. ഗദളധനിയ ടെമ്പിളും ഭുവനൈക ബാഹുവിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോഴാണ് ഇദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഗംപോള എന്ന് പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഇദ്ദേഹത്തിന് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബിൽഡിങ് പണിയാൻ വന്ന അല്ലെങ്കിൽ വലിയ വലിയ മൊനാസ്ട്രി ഒക്കെ പണിയാൻ വന്ന ദേവനാരായണനും സംഘവും ഇവർ
ദേവനാരായണൻ്റെ നേതൃത്വത്തിൽ ഇവർ ക്വാർട്സ് ക്രിസ്റ്റൽ വെച്ചിട്ട് കണ്ണാടി ഉണ്ടാക്കി. അതായത് ദാറ്റ് മീൻസ് അവർക്ക് ഓൾറെഡി നമ്മുടെ തഞ്ചാവൂരും വിജയനഗരയിൽ കണ്ണാടി ഉണ്ടാക്കിയതിൻ്റെ ഒരു പരിചയം ഉണ്ടായിരുന്നു. ഇവർ കറക്ഷൻ ലെൻസ് ഉണ്ടാക്കി ഇദ്ദേഹത്തിന് അത് കൊടുത്തു. ഈ ഭുവനേക ബാഹു രാജാവിന് കണ്ണാടി വെച്ച് കൊടുത്തു. അദ്ദേഹത്തിന് ഗംപോള ഗ്രന്ഥങ്ങൾ, പഴയ അവരുടെ ചരിത്രങ്ങളൊക്കെ വായിക്കാൻ സാധിച്ചു. ഇതിനെക്കുറിച്ച് അദ്ദേഹം വളരെയധികം സന്തോഷത്തോടെയാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോ ദേവനാരായണൻ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റ് ഒരു ക്വാർട്സ് ക്രിസ്റ്റലിലുള്ള കണ്ണാടിയാണ് 1400s ഇവർക്ക് രാജാവിന് വെച്ചു കൊടുത്തത്. അപ്പോൾ ഇതും രാജാക്കന്മാർ കണ്ണട വെച്ചിട്ടുണ്ടോ എന്നുള്ളത് രസകരമായ ഒരു ചരിത്രം തന്നെയാണത്. ഇനിയാണ് ഏറ്റവും രസകരമായ കണ്ണാടിയുടെ ചരിത്രം. ഫിരംഗി ചഷ്മ എന്നൊക്കെ പറയുന്ന മുഗൾ കാലഘട്ടത്തിൽ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളടുത്ത് ചോദിച്ചു, അക്ബറും ജഹാംഗീറും ഷാജഹാനും ഔറംഗസേബും ഒക്കെ കണ്ണാടി വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. അതെന്താ, ഇവർക്ക് കാഴ്ചയ്ക്ക് അത്ര രാജാക്കന്മാരായതുകൊണ്ട് ഇവർക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമില്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ വളരെ ചരിത്രം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നിട്ട് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താ ഇതിനെക്കുറിച്ച് രേഖകളില്ലാത്തത്. പക്ഷേ അങ്ങനെ കൃത്യമായിട്ട് മുഗൾ ചരിത്രത്തിൽ എല്ലാം വർണ്ണിക്കുന്ന മുഗൾ ചരിത്രത്തിൽ ഇവർക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർ കണ്ണാടി വെച്ചിരുന്നു എന്നൊക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് കുറവാണ്. പക്ഷേ എന്നാലും കുറച്ച് കാര്യമുണ്ട്. നമുക്ക് അതിനു മുന്നേ ഈ കാലഘട്ടത്തിൽ കണ്ണാടി ഉണ്ടായിരുന്നു എന്നത് തെളിയിക്കുന്നതിന് വേണ്ടി നമുക്കൊരു രസകരമായ ഒരു പടം നിങ്ങളതായത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അതായത് ദ ഗേറ്റ് ഓഫ് പാരഡൈസ് ഹാലോ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന എമറാൾഡിലും ഡയമണ്ട്സിലും ഉള്ള ഈ കണ്ണാടി ഇന്നിപ്പോൾ സഥബി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഓപ്ഷനിങ് സൈറ്റാണ്. ഇതിൽ ഈ ഗ്ലാസ്സുകൾ നിങ്ങൾ കണ്ടോ, എമറാൾഡ്. ഇതെല്ലാം ഏകദേശം ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കണ്ണാടികളാണ്. ഈ ഇന്ന് രസകരമായി തോന്നുന്ന കൂളിംഗ് ഗ്ലാസിൻ്റെ ഭയങ്കര രസമുള്ള കൂളിംഗ് ഗ്ലാസ് ഷേപ്പിലാണല്ലോ, ഗോഗിൾസിനെ പോലെയാണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. സഥബി എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ഓപ്ഷൻ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വില ഏകദേശം ഇന്ത്യൻ റുപ്പി നോക്കുകയാണെങ്കിൽ 14 മുതൽ 25 കോടി വരെയാണ് ഈ കണ്ണാടിക്ക് പറയുന്നത്. ഇത് ഷാജഹാൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇവർ ഉപയോഗിച്ചിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഈ കണ്ണാടിക്ക് 25 കോടി ഇതുവരെ സഥബിയിൽ നിന്ന് ആരും അത് വാങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓപ്ഷൻ പ്ലാറ്റ്ഫോമിൽ ആരും ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇതിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, വിജയ് മല്യ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാരൊക്കെ സഥബിയിൽ നിന്ന് ടിപ്പു സുൽത്താൻ്റെ വാളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പല ആൾക്കാരും ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇതേപോലത്തെ ആർട്ടിഫാക്ട്സ് കളക്ട് ചെയ്യാറുണ്ട്. കോടികളാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. എന്തായാലും ഈ മുഗൾ കാലഘട്ടത്തിൽ കണ്ണാടി ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഇത്രയും രസകരമായ കണ്ണാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് നമ്മളെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത്, നമുക്ക് മുഗൾ പെയിൻറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പെയിൻറ്റിങ്സും ഇതൊക്കെ നോക്കുമ്പോഴാണ് മുഗൾ കാലഘട്ടത്തിൽ കണ്ണാടിയെക്കുറിച്ച്, കാരണം മുഗൾ സമയത്ത് തന്നെ ഒരുപാട് പോർച്ചുഗീസുകാർ ഇവർ വന്നിരുന്നു, അക്ബറിൻ്റെയൊക്കെ കോർട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കണ്ണാടി ഗിഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ കണ്ണാടി കൊടുത്തതായിട്ടൊന്നും രേഖകളില്ല. പക്ഷെ എന്നാലും നമുക്ക് ചില പെയിൻറ്റിങ്സ്, മുഗൾ പെയിൻറ്റിങ്സ്, കാരണം പെയിൻറ്റിങ് എപ്പോഴും നമുക്ക് ചരിത്രം മനസ്സിലാക്കി തരാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഈ പെയിൻറ്റിങ്ങിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്, ചില പെയിൻറ്റിങ്സ് നോക്കുമ്പോൾ ചില മുഗൾ നോബിൾസ് അല്ലെങ്കിൽ മുകളിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കണ്ണിൽ നമുക്ക് കണ്ണാടി കാണാൻ പറ്റുന്നുണ്ട്. പേർഷ്യൻ ഇതിൽ പറഞ്ഞ ചഷ്മ പിന്നീട് കണ്ണാടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എവിടെയോ കണ്ണാടിയൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ രാജാക്കന്മാർ കണ്ണാടി ഉപയോഗിക്കാത്തതിൻ്റെ കാരണവും ഇതിൽ പറയുന്നുണ്ട്. കാരണം രാജാക്കന്മാരെന്ന് പറയുന്നത്, സുൽത്താൻമാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നൊക്കെ പറയുന്ന സില്ലലാഹി എന്നൊക്കെ പറയുന്ന പഴയ കോൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എവിടെയോ ഒരു പവർഫുൾ ഇമേജാണ് മുഗൾ സുൽത്താൻമാർ ഡ്രാഗണിനെയൊക്കെ പരാജയപ്പെടുത്തുന്ന പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ രാജാക്കന്മാർ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതാണ്. കണ്ണിന് കാഴ്ച കുറവാണെന്നുള്ളത് പെയിൻറ്റിങ്ങിൽ വന്നാൽ അത് ശരിയല്ല. അതുകൊണ്ടും കണ്ണാടി പെയിൻറ്റിങ്സിലൊന്നും നമ്മൾ കാണുന്ന പടങ്ങളിലൊന്നും കണ്ണാടി ഷാജഹാനും ജഹാംഗീറൊന്നും കണ്ണാടി വെച്ചില്ല എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വളരെയധികം രസകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു ഫേമസ് സ്കോളർ ആൻഡ് ഹിസ്റ്റോറിയനായ എബ്ബ കോച്ച് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഷാജഹാൻ ചിലപ്പോൾ ഈ കാണുന്ന എമറാൾഡ് ഗ്ലാസ് വെക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സിൽ നമുക്ക് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഷാജഹാൻ ഒരു സമയത്ത് മുംതാസ് മഹൽ മരിച്ചതിന് ശേഷം വളരെയധികം ദുഃഖമായിരുന്നു. സോ ഈ എമറാൾഡ് ഗ്ലാസസ് ഒന്നില്ലെങ്കിൽ ഹീൽ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പാരഡൈസ്, വേറൊരു ഫീൽ കിട്ടാൻ വേണ്ടി, ഒരു ഹീലിംഗ് പവറിന് വേണ്ടി ഈ ഗ്ലാസ് വെച്ച് നടന്നിരുന്നു എന്ന് എബ്ബ കോച്ച് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയോ നമുക്കിതിനകത്ത് നിന്ന് വായിക്കാൻ പറ്റും, അതായത് സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റും ഹീലിംഗ് പവറൊക്കെ കണ്ണാടിക്കുണ്ടോ. അതായത് നമ്മൾ ആ കാലത്ത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും അതിനെയൊക്കെ അവർ വ്യാഖ്യാനിച്ചത്. അതൊക്കെ കണ്ണടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലൊരു സമാധാനമൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ ഇവിടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ജഹാംഗീറിൻ്റെ സമയത്ത് പെയിൻറ്റിങ്സ് വളരെയധികം പോപ്പുലറാണ് ജഹാംഗീറിൻ്റെ സമയത്ത്. ഇതിൽ ജഹാംഗീറിൻ്റെ ജറോഖ ദർശൻ എന്ന് പറയുന്ന പെയിൻറ്റിങ്സ് ഉണ്ട്. ജറോഖ ദർശൻ എന്ന് പറയുമ്പോൾ രാജാവ് ജനലിൽ വന്ന് ഇങ്ങനെ ആൾക്കാരെ കാണുന്നൊരു പെയിൻറ്റിംഗ് ഉണ്ട്.
അങ്ങനത്തെ പെയിൻറ്റിങ്സിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു പെയിൻറ്റിങ്ങിൽ അത് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, റൗണ്ടഡ് ഗ്ലാസ് വെച്ച് ഒരു ആളെ നമുക്കിതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു എവിഡൻസ് ആണ്, ആ കാലത്ത് കണ്ണാടി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു എവിഡൻസ് ആണ്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ രസകരമായ പടം കാണാൻ പറ്റണമെങ്കിൽ മീർ മൊസാവർ എന്ന് പറയുന്ന ആളെ കാണണം. പിന്നീട് മുഗൾ കോർട്ടിൽ വർക്ക് ചെയ്തിരുന്ന മീർ സയ്യദ് അലി എന്ന് പറയുന്ന ഒരു പിന്നീടുള്ള ഫേമസ് പെയിൻറ്ററാണ്, ഒരു മുഗൾ പെയിൻറ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവാണ് മീർ മൊസവർ. ഇദ്ദേഹം മുഗളല്ല, പക്ഷേ ഇറാനിയൻ സഫാവിദ് എന്ന് പറയുന്ന ഇറാനിയൻ രാജവംശത്തിലുണ്ടായിരുന്ന, പിന്നീട് കാബൂളിൽ വന്ന് പിന്നീട് മുഗളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ മുഗൾ രാജ്യത്തിൻ്റെയൊക്കെ ഭാഗമായി മാറിയ ആളാണ് മിർ മൊസാവിറിൻ്റെ പെയിൻറ്റിങ്സ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. ഇതിലൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ കണ്ണാടി നന്നായി ഉപയോഗിക്കുന്ന പെയിൻറ്റിങ്ങുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് കണ്ണാടി അല്ലെങ്കിൽ സ്പെക്ടക്കിൾ എന്ന് പറയുന്ന ഫിരങ്കി ചഷ്മ, ഇതൊക്കെ ആൾക്കാർ ലാർജ് സ്കെയിലിൽ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കിവിടെ സാധിക്കും. ഇനി ഒരു കൗതുകകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചരിത്രം രസകരം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ടിപ്പു സുൽത്താൻ, നമ്മൾ ചരിത്രത്തിൽ എപ്പോഴും രണ്ട് രീതിയിൽ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും നല്ല രീതിയിലൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു സുൽത്താൻ തന്നെയാണ് ടിപ്പു സുൽത്താൻ. അദ്ദേഹം നല്ല സുൽത്താനായിരുന്നു അല്ലെങ്കിൽ മോശപ്പെട്ട ആളാണെന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇദ്ദേഹത്തിൻ്റെ ശ്രീരംഗപട്ടണം ബ്രിട്ടീഷുകാരായിട്ട് സുൽത്താൻ പടവെട്ടി പല പ്രാവശ്യം യുദ്ധം ചെയ്തെങ്കിലും സുൽത്താൻ്റെ കൊട്ടാരം ബ്രിട്ടീഷുകാർ ലൂട്ട് ചെയ്തു. മൊത്തം നമ്മൾ കംപ്ലീറ്റ് ലൂട്ട് ചെയ്ത് കളഞ്ഞു. അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവർ എടുത്തിട്ട് പോയി. അങ്ങനെ ഒരു ഓഫീസർ ടിപ്പു സുൽത്താൻ്റെ ട്രഷറി അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ലൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് മാഗ്നിഫയിങ് ഗ്ലാസസ്, സ്പെക്ടക്കിൾസ്, കണ്ണാടികളൊക്കെ പല തരത്തിലുള്ള ഡിസൈനുള്ള കണ്ണാടികളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ ലൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇവർ ഈ കവർന്നെടുത്ത് കംപ്ലീറ്റ് എടുത്ത് ഇങ്ങനെ അവരുടെ ബ്രിട്ടീഷ് ഇതിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രസകരമായ ഒരു ബ്രിട്ടീഷ് സോൾജർ ഈ ടിപ്പു സുൽത്താൻ്റെ കിട്ടിയ ഈ കണ്ണാടി വെച്ചിട്ട് അദ്ദേഹം അത് വെച്ച് നോക്കുന്ന ഒരു രംഗം നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈവൻ ബ്രിട്ടീഷ് ഓഫീസർ പോലും ഇത് കൊള്ളാലോ, ടിപ്പു സുൽത്താൻ്റെ കണ്ണാടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരു തരത്തിൽ കണ്ണാടി വെച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ചരിത്രം രസകരത്തിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ടോപ്പിക്ക് എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത്. അപ്പോൾ എനിക്ക് വളരെ കൗതുകരവും രസകരമായി തോന്നുന്നതാണ് ഞാനത് ചർച്ച ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ഇടാം. എന്നാലും കുറേ പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത രസകരമായ ഒരു കഥയുമായി അടുത്ത ചരിത്രം രസകരത്തിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS Factor.